നാൾക്ക് നാൾ പാകിസ്ഥാനിൽ നിന്ന് ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം ചൈന എങ്ങനെയാണ് ചൈനയിൽ അവിടെയുള്ള മുസ്ലിങ്ങളെ അടിച്ചമർത്തുന്നത്. അവരെ അവയവങ്ങൾ പറിച്ചെടുത്ത് അവയവ മാർക്കറ്റിൽ ഓർഗൻ മാഫിയയ്ക്ക് കൊടുത്ത് വലിയ വിലയ്ക്ക് വിൽക്കുന്നു. പോരാത്തതിന് അവരുടെ കുട്ടികളെ ജനിക്കുമ്പോൾ തന്നെ മാതാപിതാക്കളുടെ അടുത്ത് നിന്നും വേർപെടുത്തുന്നു. ഖുറാനിൽ വലിയ രീതിയിലുള്ള സോഷ്യലിസം എഴുതി ചേർക്കുന്നു. പക്ഷേ ആ ചൈനയുടെ പാതയാണോ പാകിസ്ഥാൻ സ്വീകരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. പാകിസ്ഥാനിൽ നടക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ടെറിഫിക് ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചൈനീസ് സിൻഡിക്കേറ്റും ഒരു പാകിസ്ഥാൻ സിൻഡിക്കേറ്റും ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് ഇപ്പോൾ ഒരു കാര്യം ഈ പാകിസ്ഥാനിൽ നിന്ന് ചെയ്തിരിക്കുന്നത്. ഒരു സ്മഗ്ലിംഗ് ആണ് ഇവർ നടത്തിയിരിക്കുന്നത്. ഈ സ്മഗ്ലിംഗ് എന്ന് പറയുമ്പോൾ കള്ളക്കടത്ത്. എന്ത് കള്ളക്കടത്താണ് ഇവർ നടത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ന്യൂ ബോൺ ബേബീസിന്റെ പ്ലാസന്റ എന്ന് പറയുന്ന സാധനം ഈ ഗർഭപാത്രത്തിൽ ഉള്ള ഈ കുട്ടികളെയൊക്കെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കവചമാണ് ഈ പ്ലാസന്റ എന്ന് പറയുന്നത്. ആ പ്ലാസന്റയാണ് ഇപ്പോൾ ഇവർ കള്ളക്കടത്ത് നടത്തുന്നത്. എ ജോയിന്റ് പാകിസ്ഥാനി ആൻഡ് ചൈനീസ് സിൻഡിക്കേറ്റ് ഹാവ് ബീൻ ബസ്റ്റഡ് ഫോർ സ്മഗ്ലിംഗ് ന്യൂ ബോൺ ബേബീസ് ഹ്യൂമൻ പ്ലാസന്റാസ് ഫ്രം പാകിസ്ഥാനി ഹോസ്പിറ്റൽസ് ടു മാനുഫാക്ചർ ഹൈ എൻഡ് ആന്റി ഏജിങ് ഇഞ്ചക്ഷൻസ്. അതായത് ആന്റി ഏജിങ് ഇഞ്ചക്ഷൻസ് ഉണ്ടാക്കാനായി ഈ ന്യൂ ബോൺ ബേബീസിന്റെ പ്ലാസന്റ ഇപ്പോൾ വലിയ തോതിൽ പാകിസ്ഥാൻ ആശുപത്രിയിൽ നിന്ന് കള്ളക്കടത്ത് നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. Authorities say the network was procuring nearly 200 kg of newborn placentas every month from hospitals in Islamabad, Rawalpindi and other areas. അതായത് 200 കിലോഗ്രാമോളം പ്ലാസന്റകളാണ് ഓരോ മാസവും ഇവർ ശേഖരിക്കുന്നത്. അത് കള്ളക്കടത്ത് നടത്തുന്നത് ഇവർ ഇസ്ലാമാബാദിൽ, റാവൽപിണ്ടിയിൽ, മറ്റ് ഏരിയകളിൽ നിന്നാണ് ഇത് ശേഖരിക്കുന്നത്. The placentas were dried, processed at illegal factories and exported, often falsely labeled for use abroad. എന്നിട്ട് ഇത് വിദേശത്തേക്ക് കയറ്റി അയക്കുകയാണ്. ഇത് ഡ്രൈ ചെയ്ത് ഇത് വിദേശ ഇല്ലീഗൽ ഫാക്ടറികളിൽ ഉണക്കി വിദേശത്തേക്ക് കയറ്റി അയക്കുകയാണ് എന്നുള്ള റിപ്പോർട്ട് വരുന്നു. ഈച്ച് റിസൾട്ടിംഗ് ഇഞ്ചക്ഷൻ റിപ്പോർട്ടഡ്ലി സോൾഡ് ഫോർ ആസ് മച്ച് ആസ് പാകിസ്ഥാനി റുപ്പീസ് $7 lakh, $2,530. അതായത് പാകിസ്ഥാനിൽ ഇതിന്റെ പൈസ എന്ന് പറയുന്നത്, ഇതിൽ ഒരു ഇഞ്ചക്ഷന്റെ പൈസ എന്ന് പറയുന്നത് പാകിസ്ഥാനി രൂപയിൽ കൺവേർട്ട് ചെയ്താൽ 7 ലക്ഷം രൂപയാണ്. $, ഏകദേശം $2,530 വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 500 പ്ലാസന്റകൾ ഇപ്പോൾ സീസ് ചെയ്ത് കഴിഞ്ഞു. മൾട്ടിപ്പിൾ അറസ്റ്റുകൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ചൈനീസ് നാഷണൽസും ആ അറസ്റ്റിലുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ഇതൊരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്. ലോക മാധ്യമങ്ങൾ, പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.